ടൈറ്റിലിൽ കണ്ട പാറയാണിക്കൽ ഫാമിലിയാണിത്. പപ്പയുടെ ഫാമിലി. കുഞ്ഞു ഫാമിലി. പപ്പയ്ക്കൊരു എൽഡർ ബ്രദറും ഒരു യംഗർ സിസ്റ്ററും ആണുള്ളത്. അവരുടെ 3 പേരുടെയും കല്യാണം കഴിഞ്ഞ് അവർക്ക് 6 മക്കളും ഉണ്ട്. 6 പേരിൽ 3 പേര് മാരിഡ് ആണ്. അതിൽ ഒരു കപ്പിൾ ഇപ്പൊ പ്രഗ്നന്റ് ആണ്. അതായത് പപ്പയുടെ ചേട്ടന്റെ മോള്. അപ്പൊ ഞങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞാളും കൂടെ വരാൻ പോവാണ്. ആ ഒരു ഹാപ്പി സെലിബ്രേഷൻ ആണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഫുള്ള്. ഈ വീഡിയോ ആക്ച്വലി മെയിനായിട്ട് ഡോക്യുമെന്റ് ചെയ്തേക്കുന്നത് പിന്നീട് എപ്പോഴേലും ഞങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഇന്നത്തെ ഈ ഒരു സെലിബ്രേഷൻ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഡെക്കറേഷനും ഫുഡും എല്ലാം നമ്മൾ തന്നെയാണ് ഏറ്റെടുത്തേക്കുന്നത്. വീട്ടിൽ തന്നെ വെച്ചിട്ട് ഒരു ചെറിയ ഫംഗ്ഷനാണ്. ബട്ട് വളരെ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്തൊരു നല്ല ഫംഗ്ഷനായിരുന്നു. അപ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുട്ടികൾ ഏറ്റെടുത്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഞങ്ങളുടെ അമ്മമാരവിടെ സെറ്റാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് നമ്മൾ വീട്ടിൽ തന്നെ വെച്ച് ചെയ്യുമ്പോൾ ആക്ച്വലി ബിഫോർ ദ ഫംഗ്ഷനും അടിപൊളിയായിരിക്കും, ഡ്യൂറിങ് ദ ഫംഗ്ഷനും അടിപൊളിയാണ്, ആഫ്റ്റർ ദ ഫംഗ്ഷൻ നമുക്കൊരു നല്ല മെമ്മറി ആയിരിക്കും. കാരണം ബിഫോർ ദ ഫംഗ്ഷൻ നമ്മളിതെല്ലാം ഒരുക്കുന്ന സമയത്തും ഒരു നല്ല മെമ്മറി ആയിരിക്കും കേട്ടോ. നല്ല ഫണ്ണി ആയിരിക്കും. പല ഇൻസിഡൻസും ഉണ്ടാവും. എല്ലാവരും കൂടെ ചേർന്നിട്ടായിരിക്കും നമ്മളിതെല്ലാം ചെയ്യുക. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ഇവിടെ ഈ വീട്ടിലുള്ള എല്ലാവരും ഇടുന്ന എഫേർട്ടാണ് കേട്ടോ. എഫേർട്ട് ഇൻ ദ സെൻസ് ഞാൻ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു മീ ഇന്നത്തെ സമയത്ത് ഏറ്റവും വലിയ എഫേർട്ട് എന്ന് പറയുന്നത് ടൈമാണ്. ടു ഇൻവെസ്റ്റ് യുവർ ടൈം ഇൻ സംതിങ്. സോ ഈ റൂമിലുള്ള എല്ലാ ആൾക്കാരും തന്നെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇവിടെ എത്തിയ ആൾക്കാരാണ്. ആൻഡ് ടു സീ ദാറ്റ് ഐ എം റിയലി വെരി ഹാപ്പി. ആൻഡ് ഇതാണ് ഞങ്ങളുടെ ന്യൂ ഡാഡ് ടു ബി. ഞങ്ങളെയൊക്കെ ആൻറ്റിമാരെയും അങ്കിളുമാരെയും ഞങ്ങളുടെ പേരൻസിനെയൊക്കെ ഗ്രാൻഡ് പേരൻസ് ആക്കിയ 2 പേരാണ് കേട്ടോ ഇവർ. ക്യാമറ നോക്കിയിട്ടല്ല കേട്ടോ ഇവരാരും കൈ കാണിക്കുന്നത്. വീഡിയോ കോളിൽ ഒരാളും കൂടി ഉണ്ട്. അങ്ങനെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവർക്കൊരു എൻട്രി സോങ്ങും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഇവരോട് വരാൻ പറഞ്ഞത്. അതുവരെ ഇല്ലാത്തൊരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു ഇത്. മേ ബി ആ പാട്ടും കൂടെ കേൾക്കുന്നുണ്ടാവാം, ഐ ഡോണ്ട് നോ, ബട്ട് ഇറ്റ് വാസ് വെരി ഇമോഷണൽ അറ്റ് ദ സെയിം ടൈം വെരി ഹാപ്പി ഓൾസോ. ഈ ഒരു മൊമെൻറ്റും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ചേച്ചീൻ്റെ പേരൻസ് ആണ്. സോ ചേച്ചീൻ്റെ പേരൻസ് ആണ് ഇവർക്ക് ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മോം ടു ബി ഡാഡ് ടു ബി എന്നുള്ളൊരു ബാഡ്ജ് ഇവർക്ക് ഇട്ട് കൊടുത്തത് പേരൻസ് ആണ്. ഇവരൊരു ഫുൾ ഫാമിലിയാണ്. ലൈക്ക് ഐ സെഡ്, ഈ പരിപാടീൻ്റെ ഫുൾ കോൺട്രാക്റ്റ് നമ്മൾ തന്നെ ആട്ടോ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഡെക്കറേഷനും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഫുഡും എല്ലാം നമ്മൾ ആ വീട്ടിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ചെയ്തത്. അങ്ങനെ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ടും ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഗ്രൂപ്പായിട്ടും നമ്മൾ കസിൻസ് മാത്രമൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമുക്കിനി ചെറിയൊരു ഗെയിം പരിപാടികളൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഗെയിംസും കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളെക്കാളും എക്സൈറ്റഡ് ആണ് ഞങ്ങളുടെ അമ്മമാർ. ബിക്കോസ് അവർക്ക് ഇതുപോലത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ മെയിനായിട്ട് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെയൊക്കെ പ്ലാൻ ചെയ്യുന്നത് തന്നെ. സോ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ഗെസ് ദ ബേബീസ് ജെൻഡർ എന്നുള്ളതാണ് കേട്ടോ. നമ്മളിങ്ങനെ ബ്ലൂയിലും പിങ്കിലും കുറച്ച് ഹാർട്ട് ഷേപ്പിൽ പേപ്പേഴ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഫ് ഇറ്റ്സ് ബ്ലൂ ബോയിനും ഗേൾ ആണെങ്കിൽ പിങ്ക് എന്നും ഒബ്വിയസ്ലി. സോ നമ്മൾ ഗെസ് ചെയ്യുക ഏത് ജെൻഡർ ആയിരിക്കും ബേബി എന്നുള്ളത് ഗെസ് ചെയ്തിട്ട് അക്കോർഡിംഗ്ലി ആ ചാർട്ടിൽ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗെയിം. സോ ആദ്യം തന്നെ കുട്ടീൻ്റെ അമ്മേനെ കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യിച്ചു. സോ അക്കോർഡിംഗ് ടു ചേച്ചി ബോയ് ആയിരിക്കും എന്നാണ് ചേച്ചീൻ്റെ ഗെസ്. പെൺകുട്ടി. ഞാൻ കുറച്ച് ഉയർന്നു എനിക്ക് ഇഷ്ടം പെൺകുട്ടികളോടാ. എനിക്ക് ആൺകുട്ടി അതുക്കും മേലേന്നാ. ഓക്കെ, ആ മേടിച്ചോ. അമ്മടെ എന്റെ കൂടെ നമുക്കേ പെണ്ണ് പെണ്ണ് പെണ്ണ്. ആ ആ ഇനി ആരും ഇല്ലാതെ
അവിടെ അങ്ങനെ അതാണ് മേലത്തെ അമ്മൂന് 1 2 3 4 5 അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല രണ്ട് സെയിം അല്ലേ? നല്ല അല്ല അങ്ങനെ ഈ ഗെയിം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഗെയിമിലേക്ക് പോവാണ്. അതിൻ്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഇറ്റ്സ് ജസ്റ്റ് എ ഗെയിമാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഏത് ബേബി ആയാലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി കിട്ടിയാൽ മാത്രം മതി, വേറെ ഒന്നും ഡസൻറ്റ് മാറ്റർ. ഓക്കെ, അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഒരു നമ്പർ ഗെയിം ആയിരുന്നു കേട്ടോ. ലൈക്ക് എവറി 5 and 10s നമ്മൾ നമ്പർ പറയാണ്ട് വാവാന്ന് പറയാന്നുള്ളതായിരുന്നു ഗെയിം. 80. അതൊരു അടിപൊളി ഗെയിമായിരുന്നു കേട്ടോ, നല്ല ഫണ്ണി ആയിരുന്നു. ബിക്കോസ് എല്ലാവരും നമ്പർ പറയുന്നതിനേക്കാളും കൂടുതൽ ചിരിയാണ് എല്ലാവരുടെയും കേട്ടത്, പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്തു. ഇനി അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഇവരോട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ രണ്ടുപേരിലെ ആരുടെ ബുദ്ധിയാണ് കൊച്ചിന് കിട്ടണ്ടേ? ആരുടെ ബുദ്ധിയാണ് കൊച്ചിന് കിട്ടേണ്ടത്? കുരുട്ടുബുദ്ധിയല്ല, ഇവരുടെ നിങ്ങളുടെ ചേട്ടായിന്റെ ആണോ ചേച്ചീന്റെ ബുദ്ധിയാണോ കൊച്ചിന് വേണ്ടേ? ഇത്ര പറയാൻ പാടില്ല. എന്താ എഴുതിയ ചേച്ചി? ഞാൻ എഴുതില്ല, എന്താ പിന്നെ അവളുടെ എഴുതിയേക്കാം. സ്ട്രിക്റ്റ് പറ. ചേട്ടായി അടിപൊളി. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പം എല്ലാരോടും പറയാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ രണ്ടുപേരും ചമ്മല ആർക്കായിരുന്നു? ചമ്മല, എനിക്ക് ചമ്മലായിരുന്നു. ഉത്തരം പറ. കൊച്ചാദ്യമായിട്ട് ചവിട്ടിയപ്പം ഏറ്റവും സന്തോഷം തോന്നിയതും ഭയങ്കര എക്സൈറ്റഡ് ആയത് ആർക്കാ? അതെയോ? ഓക്കെ. ഇനി കുട്ടി ഉണ്ടായ നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ ഡൈപ്പർ മാറ്റാൻ മടിയുള്ള ആൾക്കാർക്ക്? ഡൈപ്പർ മാറ്റാൻ ഏറ്റവും മടിയുള്ള ആള് ആരാ? ഇനി അടുത്തത്, ഈ കൂട്ടത്തിൽ നിന്ന് അമ്മു അല്ലാണ്ട് ഏറ്റവും കൂടുതൽ കൊച്ചിന് അറ്റാച്ച്മെന്റ് വരാൻ പോകുന്ന ഒരാൾ, നിങ്ങളുടെ മനസ്സിലുള്ള ഒരാൾ, ഇന്ന ആളുമായിട്ട് ഈ കൂട്ടത്തിൽ നിന്ന് അമ്മൂനെ ഒഴിച്ച് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ അറ്റാച്ച്മെന്റ് വരാൻ ചാൻസ് ഉള്ളത് ആരുമായിട്ടോ? ചേച്ചി പറ ആദ്യം. ഞാനൊന്ന് അമ്മാന്റെ എഴുതി, ഒന്ന് മനീഷ എഴുതി. ഞാനൊന്ന് അമ്മാന്റെയാണ് എഴുതിയത്. ഒന്ന് അളിയൻ. ഈ ഗെയിം ഇല്ലാണ്ട് ഒരു ഫാമിലി ഫങ്ഷൻസും കംപ്ലീറ്റ് ആവില്ല. ഇങ്ങനത്തെ കുറച്ച് ഗെയിംസ് ഉണ്ടല്ലോ, നമ്മൾ എല്ലാവരും കളിക്കുന്ന ഗെയിംസ് ആയിരിക്കും, ബോൾ പാസിങ്ങോ വടംവലിയോ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ബോൾ പാസിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇതിൽ ഞാൻ മ്യൂസിക് ആഡ് ചെയ്യുന്നില്ല, ബിക്കോസ് ഉണ്ടായിരുന്ന മ്യൂസിക് തന്നെ ആഡ് ചെയ്താൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ മ്യൂസിക് ആയിരിക്കും ആഡ് ചെയ്യുക. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാവരും എൻജോയ് ചെയ്തു. യൂഷ്വലി സൺഡേ ഈ ഒരു ടൈം ആകുമ്പം എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓടുന്ന കാര്യമാണ് നാളെ എന്തുണ്ടാക്കും, നാളെ ലോഗിൻ ചെയ്യണ്ടേ, നാളെ മൺഡേ അല്ലേ. ഇതുപോലത്തെ എന്നെപ്പോലെ ഒരുപാട് പേര് വേറെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത്, ആ മൊമെൻറ്റിൽ ഞാൻ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പോലും നാളത്തെ പറ്റി ആരും ആലോചിച്ചിട്ടുണ്ടാവില്ല. ബിക്കോസ് എല്ലാവരും ആ മൊമെൻറ്റ് എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. അത് ഇവരുടെയൊക്കെ മുഖത്ത് കാണാനും ഉണ്ട്. അങ്ങനെ ഈ ഗെയിം തീരാറായപ്പോഴത്തേക്കും ഇവർ ബ്രദറും സിസ്റ്ററും ആയിട്ടോ ലാസ്റ്റ് റൗണ്ടിൽ. അങ്ങനെ ലാസ്റ്റ് റൗണ്ടിൽ സിസ്റ്ററാണ് ജയിച്ചത്. അങ്ങനെ രണ്ടുപേർക്കും ചെറിയ മിഠായി ദാനമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഗെയിം സെക്ഷൻ ഇവിടെ അവസാനിപ്പിച്ചു.
അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ ഫംഗ്ഷന്റെ വിശേഷങ്ങൾ. ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ബിറ്റ്സ് ആൻഡ് പീസസ് മാത്രമേ ഉള്ളൂ. എല്ലാത്തീന്നും കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ആഡ് ചെയ്തു കേട്ടോ. ബിക്കോസ് ഇതൊരു 4 to 5 hours ഉണ്ടായിരുന്നു. ഞങ്ങളൊരു വൈകുന്നേരം തൊട്ട് രാത്രി വരെ ഉണ്ടായിരുന്നു അവിടെ. സോ അത് ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല. കുറേശ്ശെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബട്ട് ഓൾ ദാറ്റ് മാറ്റേഴ്സ് ഇസ് ഇത് പിന്നീട് കാണുമ്പോൾ ഇതൊരു നല്ല മെമ്മറി ആയിരിക്കും. ബേബി വരുമ്പം കാണിച്ചു കൊടുക്കാൻ ഒരു നല്ല മെമ്മറി ആയിരിക്കും.